അയ്യോ അമ്പലത്തിന് പേര് ഓർമ്മയില്ലടിയാ? പിഷാരിക്കാവ്, കൊല്ലം പിഷാരി. വടകരന്റെ അടുത്തല്ലേ? വടകര കഴിഞ്ഞിട്ട് കൊല്ലം പിഷാരി. കൊല്ലം എന്ന് പറഞ്ഞാൽ വടകര കൊല്ലം. അപ്പൊ ഞങ്ങൾ ഇല്ലേ ഒരു യാത്ര പോവാണ് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചെറിയൊരു അമ്പലം യാത്രയാണ്. പിന്നെ വടകരേൻ്റെ അപ്പുറത്ത് കൊല്ലം പിഷാരിക്കാവ് എന്ന് പറഞ്ഞ അമ്പലം. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വേഗം വേഗം കാണാം കേട്ടോ. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്ത് കൊല്ലത്താണ് പിഷാരിക്കാവ് എന്ന് പറഞ്ഞ ഈ ഒരു ഭദ്രകാളീൻ്റെ അമ്പലം ഉള്ളത് കേട്ടോ. ഈ അമ്പലത്തിനൊരു പ്രത്യേകതയുണ്ട്. അതായത് പ്രധാന പ്രതിഷ്ഠയ്ക്ക് പകരം ഇവിടെ ഒരു വാളാണ് ഉണ്ടാവുക. അപ്പോൾ ഈ വാള് വന്നതിന് പിറകിൽ ഒരു കഥയുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പണ്ട് രത്നവ്യാപാരിയായിട്ടുള്ള ഒരു മനുഷ്യൻ ഭദ്രകാളി ദേവീനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് തപസ് ചെയ്തു. അങ്ങനെ ദൈവം പ്രത്യക്ഷപ്പെട്ട് ദൈവത്തിൻ്റെ വാള് കൊടുത്തിട്ട് ഒരു അമ്പലം കെട്ടി പ്രതിഷ്ഠിക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് ഈ അമ്പലത്തിൽ ആ വാളെത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ അമ്പലത്തിൻ്റെ പേര് വന്നതിൻ്റെ പിറകിലും ഒരു കാര്യമുണ്ട്. പിഷാരിക്കാവ് എന്നാണ് ഇപ്പോൾ അമ്പലം അറിയപ്പെടുന്നത്. ഇതിൻ്റെ ആദ്യത്തെ പേര് വിഷഹാരിക്കാവ് എന്നാണ്. കാരണം ഈ രത്നവ്യാപാരി ഒരു വിഷ ചികിത്സകനും കൂടിയായിരുന്നു. അങ്ങനെ പറഞ്ഞ് വിഷഹാരിക്കാവ് എന്നുള്ളത് മാറിയിട്ടാണ് പിഷാരിക്കാവ് ആയത് എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ അമ്പലത്തിലെല്ലാം കയറി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കുറച്ച് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിച്ചു. പിന്നെ അമ്പലം നല്ല വലിയൊരു അമ്പലമാണ്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായി. ഉള്ളിൽ നല്ല ഇങ്ങനെ പഴയ ടൈപ്പ് ഒരു അമ്പലമാണ്. കുറച്ചിങ്ങനെ ഇരുട്ടെല്ലായിട്ടുള്ള രീതിയിൽ. പിന്നെ ശിവൻ്റെയും പിന്നെ ഗണപതി അങ്ങനെ ഓരോ ഭഗവതീൻ്റെ അങ്ങനെ കുറേ ഇതുണ്ട്. ചെറിയ ചെറിയ കോവിലെല്ലാം ഉണ്ട്. പിന്നെന്താ പ്രാർത്ഥിച്ചിട്ട് പുറത്ത് വന്ന് നമ്മൾ പ്രസാദമെല്ലാം വാങ്ങിച്ച് ഇങ്ങനെ കുറേ നടക്കാനും ഒക്കെയുള്ള സ്ഥലമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ചെറിയ കോഴിക്കോടേക്കൊക്കെ ഒന്ന് ചെറുതായിട്ട് കറങ്ങാൻ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പോൾ സമയമുള്ളതുകൊണ്ട് വെറുതെ ഒന്ന് പോകാമെന്നിരിക്കുന്നു. അതിന് മുന്നേ ചായ കുടിക്കണം. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. ഞങ്ങൾ പായസം കുടിക്കുന്നതാണ്, കുഞ്ഞാവയും ചാച്ചും. വേ കുച്ചോ ചാച്ചു വെച്ചുന്നുണ്ടോ? അമ്പോ എല്ലാ കുഞ്ഞു വാവകൾക്കും കൊടുക്കും. നെയ്പായസം അല്ലേ? ഇവിടെ വേറെ എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ എല്ലാം ഉച്ചക്കാ കിട്ടുക. പിന്നെ പാൽപ്പായസം എല്ലാം ഉച്ചക്ക് കിട്ടുള്ളൂ. ഞാൻ കഴിപ്പിക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ് ഉച്ചക്കാന്ന്. പാൽപ്പായസം, അപ്പം ഇതൊക്കെ ഉച്ചയാവും, 2 മണിയാവും തോന്നുന്നു. എൻ്റെ മോൻ നോക്കുന്ന ഇനിയും എന്താ പറയുന്നതാ. അതാ ചാച്ചുന് ടോയ്സ് മേടിച്ച്. ഹാപ്പി ആയോ? കുറേ നേരമായി ചാച്ചു ഇങ്ങനെ ടോയ്സ് വേണം പറയുന്നേ. ടോയ്സ് മേടിച്ച് ഞങ്ങള് വഴിപാടെല്ലാം കഴിച്ച്. ഇത് കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്നു, എല്ലാവർക്കും വിശക്കുന്നു. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകും. ഞങ്ങൾ പാരഗണിൽ ഫുഡ് കഴിക്കാൻ വന്നിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ഒരു 11:30 ആയിട്ടാണ്. എല്ലാവരും നല്ല വിശന്നിട്ടാണ് ഉള്ളത്. നൂൽ പൊറോട്ടയും ആട്ടപ്പൊറോട്ടയും പിന്നെ വെള്ളയപ്പം പറഞ്ഞിട്ടുള്ളത്. വെള്ളയപ്പം വരുന്നേ ഉള്ളൂ. ഏതാ ടേസ്റ്റ്? കറി ബീഫാണോ ചിക്കനാണോ? നിഖിലേ ചാച്ചുന് ഇഷ്ടമായി? ചാച്ചു വെള്ളയപ്പവും എഗ് റോസ്റ്റും വന്നു. കോഴിക്കോട് പാരഗണിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഈ ഒരു കുമാരി ബനാന ചിപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ചിപ്സ് ഭയങ്കര ഫേമസ് ആണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ എന്തോ ഒരു നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണയായിട്ട് എപ്പോഴും ഇവിടുന്ന് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അവിടെ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഞങ്ങൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഇപ്പം ഹൈലൈറ്റ് മാളിൽ വന്നു കേട്ടോ. ഭയങ്കര പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് സനു ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ഫിലിം കാണാമെന്ന്. അപ്പം നുണക്കുഴി മൂവി ഉണ്ട്. അപ്പം 1:15 ഇപ്പോൾ 1 മണി ആവാനായി. അപ്പം ഞങ്ങൾ മൂവി കാണാൻ പോട്ടെ. ഇതെല്ലാവരും അങ്ങോട്ടേക്ക് പോയിട്ടോ. അപ്പോൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാവേ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഓടിക്കോട്ടോ താഴോട്ടേക്ക്. ഞങ്ങൾ മൂവി കാണാൻ വന്നിട്ട് എല്ലാം സെറ്റായിരുന്നു. ഇനി തുടങ്ങിയാൽ മതി. കടിച്ചു വെച്ചാ
ഓ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. പിന്നെ മൂവി എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര ഒന്നും ഇഷ്ടമായില്ല. ഒരു ആവറേജ് മൂവിയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഭയങ്കര ജിത്തു ജോസഫിൻ്റെ മൂവിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വിചാരിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് മൂവിയല്ല. കുറച്ചൊരു കോമഡിയും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു മൂവിയാണ്. അപ്പം ഞാൻ ഭയങ്കര ഒരു ദൃശ്യം മോഡലൊക്കെ വിചാരിച്ചിട്ട് പോയതുകൊണ്ടാണ് അറിയില്ല, എനിക്ക് അത്ര ഇഷ്ടമായില്ലേ. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കളിക്കും. പിന്നെ ചാച്ച കുറച്ച് ഗെയിംസൊക്കെ കളിച്ചു. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ രാത്രി ആയിട്ടോ വീട്ടിലെത്തുമ്പോഴത്തേക്കും. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ കമൻറ്റും ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ